എന്താ പറ്റി? ഈ പിള്ളേര് ചെയ്യുന്ന ഓരോ തോന്നിവാസങ്ങളെ. ഒരു വെട്ടിയെത്തി കിട്ടോ? വെട്ടിയെത്തി. ഒന്നും കാണുന്നില്ലല്ലേ? ഡോക്ടറെ വല്ലതും കിട്ടിയാ? എന്താ കാര്യം? ഒരു കട്ടിംഗ് പ്ലെയർ കിട്ടോ? കട്ടിംഗ് പ്ലെയറാ? കോടാലി മതിയോ? എന്താ കാര്യം? ആ നാശം പിടിച്ച പിള്ളേര് അയ്യയുടെ തല ഒരു കുടത്തിനകത്ത് ഇടിച്ചു കയറ്റി. ആ മുഴുവൻ കയറി അയാളെ കാണാനില്ല. നാശം മരിക്കും. അയ്യോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. അതെടുത്ത് ചെവി വയ്യടോ. സോറി. വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്കൊക്കെ? ആ കാലത്ത് തല കുടങ്ങോ വെട്ടിയിട്ട് എന്താ ഉണ്ടായത്? ഞങ്ങൾ ആ പെണ്ണിന്റെ തലയ്ക്ക് വീഴാൻ വേണ്ടിട്ട് വാതന്റെ മുകളിൽ വെള്ളം നിറച്ചു വെച്ചിരുന്നതാ. ആ പൊട്ടൻ തൂക്കാനെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കയറിയപ്പോ അയാളുടെ തലയിൽ വീണു. കഷ്ടമായി പോയല്ലോടാ. അടിച്ചതിന്റെ തൊലി വിളിക്കണം, അതാ വേണ്ട. തൊലി ഞാൻ പൊളിച്ചരാം. എന്നിട്ട് എല്ലാത്തിനെയും ഇന്ന് ജീവനോടെ കെട്ടിത്തൂക്കി ഞാൻ. നിന്നോട് കൂടാ പറഞ്ഞ നിന്നോടല്ല. കേട്ടെ വേണ്ട. ഈ തണ്ടി പരീക്ഷയ്ക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ആരും വരണ്ട. അടി ചെയ്യൂ ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യില്ലെന്നാണ്. ഇനി വെറുതെ വിട്ടാ ഇവരൊക്കെ നിന്നേക്കാ വലിയ താൻ തോന്നികളാകും. മേലെ കാണിക്കോ ഇത്തരം പോക്കത്തരം? നിന്നോടാ ചോദിച്ചേ. തല്ലരുത്. കാര്യം പറഞ്ഞാ മനസ്സിലാവാത്ത പ്രായമൊന്നും അല്ലല്ലോ. നീ ഇതിൽ ഇടപെടണ്ട. ഇടപെടാനുള്ള അവകാശം കൊണ്ട് വന്നതല്ല. പലതും പരീക്ഷിച്ചില്ലേ ഇവരെ നന്നാക്കാൻ. എനിക്കൂടി ഒരു സന്ദർഭം തന്നൂടെ? തമ്പുരാൻ കർത്താവ് നേരിട്ടിറങ്ങി വന്നാൽ ഇവറ്റൊന്നും നന്നാകത്തില്ല. പിന്നെയല്ല നീ. സ്വന്തം അപ്പനും അമ്മയ്ക്കും താല്പര്യമില്ലാത്ത കാര്യത്തില് കർത്താവിന് എങ്ങനെ താല്പര്യം ഉണ്ടാവുക? ഒരു ചാൻസ് എനിക്ക് തരുന്നതില് ഡാഡിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഒന്നുകിൽ ഈ കുട്ടികൾ എന്നെ ഇവിടുന്ന് ഓടിക്കും, അല്ലെങ്കിൽ ഞാൻ അവരെ നന്നാക്കും. രണ്ടായാലും ഡാഡിക്ക് ലാഭമല്ലേ ഉള്ളൂ. ആദ്യം പറഞ്ഞേ നടക്കുള്ളൂ. ഞാനൊന്ന് ശ്രമിച്ചോട്ടെ? ആ ശ്രമിച്ചോ. അരോ കൂടെ ചേർന്ന് ഇന്നലെ വാകാതിരുന്നാ മതി. ഇനി ഈ വടി നമുക്ക് വേണ്ട. ഇന്നു മുതൽ ഞാനാണ് നിങ്ങളുടെ ടീച്ചർ.